Hi students, today we are discussing about the new topic, that is cyclotron. It's a very important section in the chapter magnetism, moving charge and magnetism. Okay, last class we are discussed about motion of charge in magnetic field. Okay, അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ദ ഡിവൈസ് നോൺ ആസ് സൈക്ലോട്രോൺ. ഓക്കെ, ഫസ്റ്റ് വാട്ട് യു മീൻ ബൈ സൈക്ലോട്രോൺ, അല്ലെങ്കിൽ വാട്ട് ഈസ് സൈക്ലോട്രോൺ? സൈക്ലോട്രോൺ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ആക്സിലറേറ്റിംഗ് heavy charged particle like proton, deuteron and alpha particle. ഓക്കെ, ഇങ്ങനെ ഹെവി ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ സ്പീഡ്, കൈനറ്റിക് എനർജി സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സ്പീഡ്, ഇങ്ങനെയുള്ള പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എനോർമസ് എമൗണ്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസിൻ്റെ പേരാണ് സൈക്ലോട്രോൺ. ജനറലി സൈക്ലോട്രോൺ പോലെയുള്ളതിനെ പറയുന്ന പേരാണ് പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. പാർട്ടിക്കിൾ ആക്സിലറേറ്റർ സൈക്ലോട്രോൺ മാത്രമല്ല, സിങ്ക്രോട്രോൺ, ലീനിയർ ആക്സിലറേറ്റർ, അങ്ങനെ പല ടൈപ്പ് ആക്സിലറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് സൈക്ലോട്രോൺ. ഓക്കെ, എന്തിനാണ് ഈ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ യൂസ് ചെയ്യുക? ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാൻ. അതെന്തിനാണ്? നമ്മൾ ഇപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻസ് നടത്തുക, അല്ലെങ്കിൽ ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ഫോം ചെയ്യണമെങ്കിൽ ആ ന്യൂക്ലിയസിലോട്ട് ഹൈ എനർജി ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ കൊണ്ട് ഇതിൻ്റെ ന്യൂക്ലിയസിലോട്ട് ഹിറ്റ് ചെയ്യിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഹൈ സ്പീഡുള്ള എനർജറ്റിക് പാർട്ടിക്കിൾസിനെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എനോർമസ് എമൗണ്ടായിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? സൈക്ലോട്രോൺ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. സൈക്ലോട്രോൺ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ആക്സിലറേറ്റിംഗ് ഹെവി ചാർജ്ഡ് പാർട്ടിക്കിൾ. എന്തുകൊണ്ട് ഹെവി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ അത്ര വലിയ ഹെവി ഒന്നുമല്ല. പക്ഷേ ഇലക്ട്രോൺ എന്ന് പറയുന്ന വേറൊരു പാർട്ടിക്കിൾ, ആ ഇലക്ട്രോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഹെവിയാണ്. കാരണം ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31 കിലോഗ്രാം. പ്രോട്ടോൺ ആകുമ്പോൾ 1.27 × 10⁻27 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇലക്ട്രോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രോട്ടോൺ ഈസ് ഹെവി എന്ന് പറയാം. ആ മീനിങ്ങിലാണ് ഹെവി ചാർജ്ഡ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ട് ഇലക്ട്രോൺ അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ സൈക്ലോട്രോണിൻ്റെ ഒരു ലിമിറ്റേഷൻ കൂടിയാണ് എന്ത്? ഇലക്ട്രോൺ കനോട്ട് ബി ആക്സിലറേറ്റഡ് യൂസിങ് സൈക്ലോട്രോൺ. സൈക്ലോട്രോൺ ഈസ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ യൂസ്ഡ് ഫോർ ആക്സിലറേറ്റിംഗ് ഹെവി ചാർജ്ഡ് പാർട്ടിക്കിൾ ലൈക്ക് പ്രോട്ടോൺ, ഡ്യൂട്രോൺ ആൻഡ് ആൽഫ പാർട്ടിക്കിൾ. ഓക്കെ, നൗ നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിലോട്ട് പോവാം. What are the important parts or parts associated with a cyclotron? Cyclotron consists of two semicircular hollow metal boxes in the shape of the letter D and known as Ds. Okay, നമ്മൾ പറയും Ds, D1, D2. അങ്ങനെ സെമി സർക്കുലർ ഹോളോ ആയിട്ടുള്ള രണ്ട് മെറ്റൽ ബോക്സ് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. D1 ആൻഡ് D2. ഞാനതിൻ്റെ ഒരു പ്ലെയിനിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന 3 ഡയമെൻഷണൽ വ്യൂ വരുമ്പോൾ എങ്ങനെയാണ് വരാം? ഇതാണ് ഒരു D. അങ്ങനത്തെ 2 D ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് സെറ്റ് ചെയ്തത് ഇതേ രീതിയിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഹോളോ ആണ്. ഇതിൽ ഈ ഒരു പാർട്ടിൽ മാത്രമാണ് ചാർജസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുക. ബാക്കിയുള്ള ഈ സർക്കുലർ, സെമി സർക്കുലർ പാർട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡ്, ബാക്ക് സൈഡ് ഒക്കെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ക്ലോസ്ഡും ഹോളോ ആയിട്ടുള്ള 2 മെറ്റൽ ബോക്സ്. അപ്പോൾ ഈ 2 സൈഡിൽ കൂടെ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജസിന് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, നൗ ദീസ് 2 Ds ആർ കണക്റ്റഡ് വിത്ത് എ HF ഓസിലേറ്റർ. വാട്ട് ഈസ് HF ഓസിലേറ്റർ? ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഈ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഹൈ ഫ്രീക്വൻസി ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് HF ഓസിലേറ്റർ. ആ HF ഓസിലേറ്ററിൻ്റെ 2 ടെർമിനൽസുകളാണ് ഈ D1, D2 കണക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റോൾ ഓഫ് HF ഓസിലേറ്റർ? HF ഓസിലേറ്റർ ക്രിയേറ്റ് ഹൈ ഫ്രീക്വൻസി പൊട്ടൻഷ്യൽ, ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ, AC സിഗ്നൽ അല്ലെങ്കിൽ AC സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ് HF ഓസിലേറ്റർ. അതിൻ്റെ 2 ടെർമിനൽ നമ്മളിതിലോട്ട് കണക്ട് ചെയ്യുന്നു. നൗ the whole arrangement is placed in a perpendicular uniform magnetic field created by strong electromagnet such that the plane of the Ds
പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്. അഥവാ ഈ രണ്ട് ഡീൻ്റെ പ്ലെയിന് വെച്ചിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രിയിലാണ്. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് ദിസ് ഇൻഡിക്കേറ്റ്സ് മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ ഡി. ഡിക്ക് 90 ഡിഗ്രി ഇങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഡോട്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ പ്ലെയിനും ഈ ഡീസിൻ്റെ പ്ലെയിന് 90 ഡിഗ്രിയിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആക്സലേറ്റ് ചെയ്ത ചാർജിനെ പുറത്തെടുക്കാൻ ഇവിടെ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ് ഉണ്ട്. ആ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റിലൂടെ ടാർഗറ്റിലോട്ട് വന്ന് ഇത് ചാർജർ പാർട്ടിക്കിൾ ഹിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്സുകൾ. മെയിനായിട്ടുള്ളത് രണ്ട് ഹോളോ മെറ്റാലിക് ബോക്സ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ക്യാപിറ്റൽ ലെറ്റർ ഡി. അതുകൊണ്ടാണ് നമ്മളതിനെ ഡീസ് എന്ന് പറയുക. ഡീസ് D1 ആൻഡ് D2. ഈ D1ഉം D2ഉം ഹൈ ഫ്രീക്വൻസി ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യലുമായിട്ട് കണക്റ്റഡ് ആയി. ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ എന്താ ക്രിയേറ്റ് ചെയ്യുക? AC സിഗ്നൽ. നിങ്ങൾക്കറിയാം ഇതാണ് ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ, വോൾട്ടേജ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇങ്ങനെ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളുള്ള വോൾട്ടേജ് സോഴ്സ്, അതാണ് ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ. അതിൻ്റെ ഫ്രീക്വൻസി ഹൈ ഹെഡ്സ് അഥവാ മെഗാ ഹെഡ്സ് റേഞ്ചിൽ ഫ്രീക്വൻസി ഉള്ള ജനറേറ്ററാണ് ഇവിടെ കണക്ട് ചെയ്യുക. മെഗാ ഹെഡ്സ് വന്നപ്പോൾ 1 മെഗാ ഹെഡ്സ് വന്നപ്പോൾ 10⁻⁶ ഹെഡ്സ്. അപ്പോൾ അതിനർത്ഥം ഒരു സെക്കൻഡിൽ 10⁻⁶ ടൈമിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ പൊളാരിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യും അല്ലേ? ആൾട്ടർനേറ്റീവ് പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവിടെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ വരും. അതിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇതിങ്ങനെ മാറി മാറി വരും. ഇവിടെ പ്ലസ്, കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, അങ്ങനെ പൊട്ടൻഷ്യൽ വരും. അപ്പോൾ നമുക്കറിയാം ഒരു എന്താണ് ഇതിൻ്റെ റോൾ എന്താണെന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. ഈ HF ഓസിലേറ്ററോട് കണക്ട് ചെയ്യുന്നതോടുകൂടി ദർ ഈസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്, യൂണിഫോം ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ് ബിറ്റ്വീൻ ദ ഡീസ്. ഈ രണ്ട് ഡീസിൻ്റെ ഗ്യാപ്പിൽ ഒരു ആൾട്ടർനേറ്റിംഗ് പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ഇനി നമുക്ക് ആക്സലറേറ്റ് ചെയ്യേണ്ട ചാർജ്, ഇപ്പോൾ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു പ്രോട്ടോണാണ് നിങ്ങൾക്ക് ആക്സലറേറ്റ് ചെയ്യുന്നെങ്കിൽ ആ പ്രോട്ടോൺ എമിറ്റ് ചെയ്യുന്ന അയണിൻ്റെ സോഴ്സ്, അതാണ് എസ്. ആ സോഴ്സ് വെച്ചിട്ടുള്ളത് ദ മിഡ് പോയിൻ്റ് ബിറ്റ്വീൻ ദ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിലെ മിഡ് പോയിൻറ്റിലാണ് അയൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സോഴ്സ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സൈക്ലോട്രോണിൽ നമ്മൾ ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ അപ്ലൈഡ്. നോക്കൂ, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ ഇപ്പോൾ ഇതിൽ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കൂ. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്? നമ്മൾ പിന്നെ സെക്കൻഡ് ചാപ്റ്ററിൽ കപ്പാസിറ്റൻസ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചു. നമ്മളൊരു മെറ്റൽ പ്ലേറ്റ്, ആ മെറ്റൽ പ്ലേറ്റ് ഒരു സെല്ലുമായിട്ട് കണക്ട്, രണ്ട് പാരലൽ മെറ്റൽ പ്ലേറ്റ് എടുത്തിട്ട് ഇതിൽ ഒന്ന് ബാറ്ററിയുടെ പോസിറ്റീവ് പൊട്ടൻഷ്യലും രണ്ടാമത്തിലും നെഗറ്റീവ് പൊട്ടൻഷ്യലും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവിൽ ചാർജ് ചെയ്യും, ഇത് നെഗറ്റീവ് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പാരലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു രണ്ട് മെറ്റൽ പ്ലേറ്റ് എടുക്കുക, അതിൽ ഒന്നിന് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഒന്നിന് നെഗറ്റീവ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ദീസ് ടു പ്ലേറ്റ് ദർ ഈസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങളിപ്പോൾ ഇവിടെ HF ഓസിലേറ്ററിന് പകരമായിട്ട് നിങ്ങൾ ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു സെല്ലാണ് കൊടുത്തതെങ്കിൽ എന്ത് ചെയ്യും? ഇത് ഹോളോ മെറ്റൽ ബോക്സ് ആണ്. ഹോളോ മെറ്റൽ ബോക്സിൽ ചാർജ് ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് 0 ആണ്. ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ D1നും D2നും ഉള്ളിൽ ഫീൽഡില്ല. പക്ഷേ ഇത് നിങ്ങൾ പൊട്ടൻഷ്യൽ കൊടുക്കുന്നതോടുകൂടി ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് വരുമ്പോൾ ഇതിനുള്ളിൽ, ഇപ്പോൾ ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണെങ്കിൽ ദർ ഈസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ 2 Ds. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ HF ഓസിലേറ്റർ. ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഫീൽഡ് അല്ല കൊടുക്കേണ്ടത്, നമ്മൾ HF ഓസിലേറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യും ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ഇൻ്റർവൽ ഇത് പോസിറ്റീവ് വരും, അപ്പോൾ ഇത് നെഗറ്റീവ് വരും, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? HF ഓസിലേറ്റർ. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യാൻ, മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ പെർപ്പുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് അയൺ സോഴ്സ് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. ദർ ആർ 2 മെറ്റൽ ഡീസ് D1 D2 കണക്റ്റഡ് വിത്ത് HF ഓസിലേറ്റർ. ദ ഡീസ് ആർ പ്ലേസ്ഡ് ഇൻ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദ charge to be accelerated is generated by a source and the source is placed at the midpoint in the gap between the 2 Ds. Okay, the accelerated charge can be taken out through a gap and hit the target. Okay, ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. നെക്സ്റ്റ് നമുക്ക് വാട്ട് ഈസ് എ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് എ സൈക്ലോട്രോൺ നോക്കാം. മെയിനായിട്ട് 3 പ്രിൻസിപ്പിളിലാണ് സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, electric field can be used to increase the speed of charged particle.
ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ചാർജ് പാർട്ടിക്കിളിനെ ആക്സലറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിന് എന്ത് ചെയ്യുള്ളൂ, ഡയറക്ഷൻ ഓഫ് മോഷൻ ചേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ, സ്പീഡിൽ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് കനോട്ട് ഡു വർക്ക് ഓൺ ദ ചാർജർ പാർട്ടിക്കിൾ പറഞ്ഞാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചാർജിൻ്റെ സ്പീഡിൽ മാറ്റം വരുത്താൻ പറ്റും. അതാണ് ഒരു പ്രിൻസിപ്പിൾ. അത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസസ് സർക്കുലർ മോഷൻ ഫോർ എ ചാർജ്. And third one, and in this circular motion, period or frequency of revolution of a charge is independent of radius or velocity. ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രി ചാർജ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്താണ്. ഞാൻ പറഞ്ഞു, ഇതിനെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ ഓരോ വീഡിയോ നിങ്ങൾ കാണണം. ഓരോ ക്ലാസ് എടുക്കുന്നു, ഇന്നെടുക്കുന്ന ക്ലാസ് തൊട്ട് മുന്നേയുള്ള ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇത് ത്രൂ ഔട്ട് ഈ ടോപ്പിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സൈക്ലോട്രോണിൻ്റെ നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറഞ്ഞു. ഇനി അടുത്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ ചാർജർ പാർട്ടിക്കിൾ when a charger particle entering. Second one, when a charger particle is entering perpendicular to uniform magnetic field, execute uniform circular motion. Third point and very important point ഇതാണ്, time taken അല്ലെങ്കിൽ period or frequency of revolution of a charge in magnetic field is independent of speed of the particle or the radius of circular path. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ഈ സൈക്ലോട്രോൺ വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് എ സൈക്ലോട്രോൺ. ഓക്കെ, നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറഞ്ഞു, വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. ഇനി വർക്കിംഗ് നോക്കൂ, നമുക്കെന്താ ചെയ്യേണ്ടത്, ഒരു പോസിറ്റീവ് ചാർജിനെ ആക്സിലറേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ചാർജ് ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചാർജ് എമിറ്റ് ചെയ്യുന്ന ഒരു സോഴ്സ് അത് നമ്മൾ ഈ മിഡ് പോയിന്റിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് കൺസിഡർ ദാറ്റ് ദ ചാർജ് പ്ലസ് ക്യൂ ഇസ് ജനറേറ്റഡ്. ഈ സോഴ്സ് എന്ത് ചെയ്തു, പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ ഇവിടെ എമിറ്റ് ചെയ്തു. ഓക്കെ, അറ്റ് ദാറ്റ് ടൈം ലെറ്റ്സ് കൺസിഡർ ദാറ്റ് D1 ഈസ് അറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് D2 ഈസ് അറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഓക്കെ, നമുക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം നമ്മൾ ഈ D1ഉം D2ലോട്ടും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് HF ഓസിലേറ്ററാണ്, ആൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ടാണ്. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയുള്ള വോൾട്ടേജ് സിഗ്നലാണ് ഇതിലോട്ട് വരുന്നത്. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പൊട്ടൻഷ്യൽ പൊളാരിറ്റി കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ വേണ്ടിയിട്ട് ഒരു ഗിവൺ ഇൻസ്റ്റൻറ്റിൽ ഇനീഷ്യലി വി അസ്യൂം ദാറ്റ് D1 ഈസ് അറ്റ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആൻഡ് D2 ഈസ് അറ്റ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ, ഈ ചാർജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഇത് D1 പോസിറ്റീവ് പൊട്ടൻഷ്യലും D2 നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പോൾ ഇവിടെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഗ്യാപ്പ്, രണ്ട് ഡീസിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഇങ്ങനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇതാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക ചാർജിന്? ഞാൻ പറഞ്ഞു ഈ ചാർജ് സോഴ്സ് എന്ത് ചെയ്തു, ചാർജ് എമിറ്റ് ചെയ്തു, അത് റെസ്റ്റിലാണ് അസ്യൂം ചെയ്യുക. ഒരു ചാർജിനെ ജസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഇനീഷ്യലി ഇത് പ്ലസ് ക്യൂ ഇസ് അറ്റ് റെസ്റ്റ്. ചാർജ് റെസ്റ്റിലായതുകൊണ്ട് തന്നെ യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് നോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. പക്ഷേ ഇനീഷ്യലി എന്ത് ചെയ്യുന്നില്ല, ചാർജ് മോഷനിലല്ലാത്തതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിന് എഫക്റ്റ് ഇല്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഇസ് ഗിവൺ ബൈ FB ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B അല്ലേ. ഇപ്പോൾ ചാർജിൻ്റെ സ്പീഡ് 0 ആണെങ്കിൽ ഫോഴ്സ് 0. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് ഇപ്പോൾ റോളില്ല. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിന് റോളുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇലക്ട്രിക് ലോറൻസ് ഫോഴ്സ് ചാർജിൽ ആക്ട് ചെയ്യും, ദാറ്റ് ഈസ് ഗിവൺ ബൈ Q ഇൻറ്റു E. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ ചാർജിന് ഒരു ഫോഴ്സ് കിട്ടും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ D1 D2ലോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നൗ ദ ചാർജ് ബിഗിൻസ് ടു മൂവ്, the generated charge begins to accelerate towards D1. D1ലോട്ട് the accelerated charge is entering towards D2. കാരണം D1 നിന്ന് D2ലോട്ടാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡ് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിലൊരു ഫോഴ്സ് വരും. ആ ഫോഴ്സ് കാരണം ഈ ചാർജ് D2ലോട്ട് ആക്സലറേറ്റ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് സംഭവിക്കും നോക്കൂ. ഓൺ എൻറ്ററിങ് ഇൻസൈഡ് ദ D2 it is affected by the perpendicular magnetic field. ഇപ്പോൾ ചാർജ് മൂവ്മെൻ്റ് ഉണ്ടായി, ചാർജ് ഇൻ മോഷനാണ്. മൂവ് ചെയ്യുന്ന ചാർജിന് 90 ഡിഗ്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഫോഴ്സ് വരും, ഇപ്പോൾ 0 അല്ലാത്തൊരു ഫോഴ്സ് വരും. അപ്പോൾ ആ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, ഈ ചാർജ് സർക്കുലർ മോഷനിലോട്ട് വരും. കാരണം എന്താ, മാഗ്നറ്റിക് ഫീൽഡ് 90 ഡിഗ്രിയിലല്ലേ അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ വെലോസിറ്റി ഇതാ ഈ ഡയറക്ഷനിൽ.
മാഗ്നറ്റിക് ഫീൽഡോ ഇങ്ങോട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡിന് 90 ഡിഗ്രിയിൽ ഒരു ചാർജ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിഫോം സർക്കുലർ മോഷൻ വരും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നോക്കൂ, ഇത് എങ്ങോട്ടാണിത് ഡിഫ്ലക്റ്റ് ചെയ്യാൻ നോക്കൂ. അതിന് നിങ്ങൾക്ക് ഫ്ലമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാം. ഇവിടെ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട് ഡോട്ട് ഔട്ട് ഓഫ് ദ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ്. ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് ഗിവൺ ബൈ ദ മിഡിൽ ഫിംഗർ. മിഡിൽ ഫിംഗറിൻ്റെ ഡയറക്ഷനിൽ വെലോസിറ്റി പിടിക്കുമ്പോൾ തമ്പ് നോക്കൂ താഴോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഈ ചാർജ് എന്ത് ചെയ്യും, മെല്ലെ സർക്കുലർ മോഷനിലോട്ട് വരും. ഇങ്ങനെ ഒരു സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വേറൊരു സംഭവം നടക്കും. എന്താണ്? അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് വേറെ ഡൗട്ട് വരും. ഈ ഈ D2 അല്ലെങ്കിൽ രണ്ടാമത്തെ മെറ്റൽ ഡിയിലോട്ട് എൻ്റർ ചെയ്യുന്നതോട് കൂടി ഇലക്ട്രിക് ഫീൽഡിന് റോളില്ല, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ആക്ട് ചെയ്യൂ. എന്താണ് അതിൻ്റെ ഒരു റീസൺ? ഇതിൽ യു ക്യാൻ സി ദാറ്റ് ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ D1 ആൻഡ് D2. മനസ്സിലാക്കാൻ നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്താണ്, ഒരു മെറ്റൽ ബോക്സ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ you can see that there is no electric field inside the D. ഒരു ഹോളോ മെറ്റൽ ബോക്സിനുള്ളിൽ ഫീൽഡ് ഇല്ല. ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചതാണ്. ഫീൽഡ് എവിടെ മാത്രമേ ഉള്ളൂ? ഇപ്പോൾ ഈ രണ്ട് ഡീസിനിടയ്ക്കുള്ള ഈ ഗ്യാപ്പിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. ഈ ഡിക്ക് ഉള്ളിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് 90 ഡിഗ്രിയിൽ അപ്ലൈ ചെയ്താൽ സർക്കുലർ മോഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യും. നോക്കൂ, now the frequency of HF oscillator is so adjusted that when the charge complete a semicircular path, the polarities of the D's interchanges. അഥവാ D1 become negative and D2 become positive. മനസ്സിലായോ എന്താ അവിടെ ഫംഗ്ഷന്? ഇത് സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഡീസിൻ്റെ പൊളാരിറ്റി അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യും. നമുക്കറിയാം ഈ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ടൈം എടുക്കാം? നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുമ്പോൾ ഒരു സർക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ ചാർജ് ഈസ് ഗിവൺ ബൈ T is equal to 2πm/qb. ഓക്കെ, അപ്പോൾ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ടൈമിൻ്റെ ഹാഫ് എടുക്കും, T/2. ദാറ്റ് ഈസ് ഈക്വൽ ടു πm/qb. ആ πm/qb എന്ന് പറയുന്ന ടൈം കൊണ്ട് ചാർജ് എന്ത് ചെയ്തു, ഈ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഈ ഒരു എൻഡിലെത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, ആ കറക്റ്റ് ടൈം ഇൻ്റർവൽ കൊണ്ട് ഈ HF ഓസിലേറ്ററിൻ്റെ പൊളാരിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യും. നേരത്തെ D1 പോസിറ്റീവ് ഉള്ളപ്പോൾ D1 നെഗറ്റീവും D2 പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നൗ ചേഞ്ചസ്. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഈസ് ഫ്രം D2 to D1 അല്ലേ? D2 പോസിറ്റീവും D1 നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും? Now the charge enter inside the D1 with a high velocity. അഥവാ ചാർജ് ഈസ് ആക്സലറേറ്റഡ് ടുവാർഡ്സ് D1. D2 നിന്ന് D1 ആക്സിലറേഷനോടുകൂടിയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മൂവ് ചെയ്യുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഹൈ സ്പീഡിൽ എൻ്റർ ചെയ്യും. അപ്പോൾ ഹൈ സ്പീഡിൽ ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം R is equal to mv divided by qb. നമ്മൾ പഠിച്ചൊരു ഫോർമുലയാണ്. എന്താണ്? റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ഓഫ് എ ചാർജ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ തുമ്പേക്ക് പൊട്ടൻഷ്യൽ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് D2 നിന്ന് D1 ആക്സലേഷനോട് കൂടി മൂവ് ചെയ്യുമ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്തു. സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ട് ഇങ്ങോട്ടെത്തി. ഓൺ എൻറ്ററിങ് ഇൻസൈഡ് ദ D1 ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ്, ഓൺലി മാഗ്നറ്റിക്. അവിടെയും മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂസ് ആയിട്ട് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും സർക്കുലർ മോഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ടാണ് എത്തുക. ഓക്കെ, എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ നേരത്തേന് അതേപോലെ തന്നെ സർക്കുലർ മോഷനാണ്, പക്ഷേ ഇവിടെ ഇൻക്രീസ് ഇൻ റേഡിയസ്, ഹൈ റേഡിയസ് അല്ലെങ്കിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ സർക്കുലർ മോഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവിടെ റേഡിയസ് ഇൻക്രീസ് ചെയ്തു നമുക്ക് ഇവിടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റും. ബിക്കോസ് R ഈസ് പ്രൊപ്പോർഷണൽ ടു V നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എന്താണ്? സർക്കുലർ പാത്തിൽ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ റേഡിയസ് ഉള്ള സർക്കിളിലോട്ടാണ് വരിക. എവിടെ നിന്നാണ് അപ്പോൾ സ്പീഡ് കൂടിയത്? ഈ ഡീസിനുള്ളിലല്ല, D2 നിന്ന് D1 എൻ്റർ ചെയ്യുന്ന സമയത്ത് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ പ്രൊപ്പോർഷനായിട്ട് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നേരത്തേനേക്കാൾ ബിഗ്ഗർ റേഡിയസ് ഉള്ള ഒരു അത് സർക്കുലേഷൻ കണ്ടിന്യൂ ചെയ്യും. ഇനി വീണ്ടും എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ when the charge complete a semicircular path, the polarities of the D's again interchanges. That is D1 become positive and D2 become negative. Now the direction of electric field again changes. Therefore the charge now begins to accelerate towards D2 again and enter inside the D with a greater speed, and therefore radius again increases and continues a semicircular path. Okay, അപ്പോൾ നോക്കൂ, നിങ്ങൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ഫംഗ്ഷനുകൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഓരോ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമും
സെയിം ആണ്. ഓക്കെ, ഇത് റേഡിയസ് കുറഞ്ഞ ഈ പാത്തിനും റേഡിയസ് കൂടുതലുള്ള ഈ പാത്തിനൊക്കെ ഒരേ ടൈമാണ് എടുക്കുക. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്താണ് ടൈം ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് റേഡിയസ് ഓർ വെലോസിറ്റി. ഓക്കെ, ഇത് കുറഞ്ഞ ഡിസ്റ്റൻസ് ഉള്ള അവിടെ സ്പീഡും കുറവാണ്, ഇതിന് കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യണം, അവിടെ ഈ കേസിൽ സ്പീഡും കൂടുന്നുണ്ട്. അപ്പോൾ പ്രശ്നമില്ല, ഇതിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്താലും ടൈം കറക്റ്റായിട്ട് വരും. ഇത് ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് സെമി സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഹയർ റേഡിയസിൽ വന്നു. പിന്നെ വീണ്ടും എന്ത് ചെയ്യും, ഈ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് വീണ്ടും polarity interchange ചെയ്യും. ദാറ്റ് ഈസ് D2 become positive and D1 become negative. Now the charge begins to accelerate towards D1 again and enter inside the D1 with a greater speed and greater radius, and in this way the charge continue in a spiral path of increasing radius and increase in velocity and finally acquires the required kinetic energy. Okay, അങ്ങനെ റിക്വയർഡ് കൈനറ്റിക് എനർജി എത്തിക്കഴിഞ്ഞാൽ വേറെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിനെ ഇതിൽ നിന്ന് പുറത്തോട്ട് എന്താണ് നമ്മളെ ടാർഗറ്റ്, ആ ടാർഗറ്റിലോട്ട് ഹിറ്റ് ചെയ്യിക്കും. ഓക്കെ, ഹൈ എനർജി ആയിട്ടുള്ള ചാർജർ പാർട്ടിക്കിളിനെ ഈ ടാർഗറ്റിലോട്ട് ഹിറ്റ് ചെയ്യിക്കാൻ നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് പിന്നെ സൈക്ലോട്രോണിൻ്റെ ഫങ്ഷനിങ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സൈക്ലോട്രോണിൽ അപ്പോൾ ചാർജിൻ്റെ പാത്ത് എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ഇതാ ചാർജിൻ്റെ പാത്ത് ഇതാണ്, ഏത് സ്പൈറൽ പാത്ത് ഓഫ് ഇൻക്രീസിങ് റേഡിയസ് ആൻഡ് വെലോസിറ്റി, സ്പൈറൽ പാത്ത്. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, നോക്കൂ, ഇതിൽ നമുക്ക് സൈക്ലോട്രോൺ റെസണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫോർ ദി പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എ സൈക്ലോട്രോൺ ദ സൈക്ലോട്രോൺ റെസണൻസ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. എന്താണ് അതിൻ്റെ റെസണൻസ് കണ്ടീഷൻ എന്ന് പറയുന്നത്? രണ്ട് ഫ്രീക്വൻസികൾ ഈക്വലൻ്റ് ആവണം, എന്നാലേ ഇത് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. എന്തൊക്കെയാണ് ഫ്രീക്വൻസികൾ നോക്കുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ, ഈ ഒരു ചാർജിന് ഒരു ഡീൻ്റെ ഉള്ളിൽ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈമാണ് നമ്മളതിൻ്റെ പീരീഡിൻ്റെ ഹാഫ് അല്ലേ. T=T/2 πm ഡിവൈഡഡ് ബൈ QB. ഈ സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, HF ഓസിലേറ്ററിൻ്റെ പൊളാരിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യണം, D1 D2ൻ്റെ പൊളാരിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ സംഭവിക്കുക, ഇതേ ടൈം എടുക്കും അല്ലേ. ഒരു HF ഓസിലേറ്ററിൻ്റെ AC സൈക്കിൾ അല്ലേ, ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും അതുപോലെ തന്നെ ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ D1 പോസിറ്റീവും അതുപോലെ തന്നെ D2 നെഗറ്റീവും വരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഈ ടൈം ഇൻ്റർവൽ കഴിയുമ്പോഴാണ് ഈ പൊളാരിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ആയിരിക്കണം ടൈം പീരീഡ്? ഈ ചാർജർ പാർട്ടിക്കിൾ ഒരു സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഇവിടെ ഈ ഓസിലേറ്ററിൻ്റെ പീരീഡ് അല്ലെങ്കിൽ ഓസിലേറ്ററിൻ്റെ ഈ ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അഥവാ ഈ ടൈമും തമ്മിൽ സെയിം ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു കംപ്ലീറ്റ് സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം കൊണ്ട് ഈ HF ഓസിലേറ്ററിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഒരു നെഗറ്റീവ് ഹാഫ് സൈക്കിളും, അഥവാ രണ്ട് ടൈമും സെയിം ആവാം. ഏതാ ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം അപ്പോൾ എത്ര ആയിരിക്കും, ഇതിൻ്റെ ഡബിൾ അഥവാ T=2 πm/QB. അതേ ടൈം തന്നെ ആയിരിക്കണം എന്ത്, ഈ ഒരു സെമി സർക്കിൾ HF ഓസിലേറ്ററിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം. ഓക്കെ, രണ്ടിൻ്റെയും ടൈം പീരീഡ് സെയിം ആയിരിക്കുക മീൻസ് ഫ്രീക്വൻസി സെയിം ആയിരിക്കുക. ദാറ്റ് മീൻസ് എന്താണ്, ഇതിനെ തിരിച്ച് എഴുതിയാൽ നമുക്ക് എഴുതാം, ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ് µc that is equal to QB divided by 2 πm which is equal to µo, that is frequency of HF oscillator. ഐഡിയ ക്ലിയർ ആയല്ലോ. അതായത് ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എ സൈക്ലോട്രോൺ ദ റെസണൻസ് കണ്ടീഷൻ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. എന്താണ് റെസണൻസ് കണ്ടീഷൻ എന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത് നിങ്ങൾ? ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് എ ചാർജ് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് HF ഓസിലേറ്റർ. ഇതിലെ ചാർജിൻ്റെ ഫ്രീക്വൻസി മീൻസ് ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു അതേ തന്നെ ആയിരിക്കണം എന്ത്, ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നു ഈ HF ഓസിലേറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ നോക്കൂ എന്താണ് റെസണൻസ് കണ്ടീഷൻ ചോദിച്ചാൽ µo is equal to µc equal to QB divided by 2 πm. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽസ് പല എക്സാമിന് ചോദിച്ചാൽ നോക്കൂ, ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സൈക്ലോട്രോൺ. സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരാണ്ട് ഒന്നുമില്ല. അതിൻ്റെ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ആൻഡ് തിയറി, വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സൈക്ലോട്രോൺ വരാറുണ്ട്, അല്ലെങ്കിൽ ഈക്വേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് വരാറുണ്ട്.
ഒരു സൈക്ലോട്രോണിൽ നമ്മൾ ഒരു പോസിറ്റീവ് ചാർജിനെ ആക്സിലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈഡ് ഫീൽഡ് തരും, ചാർജിൻ്റെ മാസമൊക്കെ തന്നിട്ട് നിങ്ങൾ എത്ര ഫ്രീക്വൻസി ഉള്ള ഓസിലേറ്ററാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ HF ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട്, ആ സർക്യൂട്ടിൻ്റെ ഒരു പാരാമീറ്ററും തരാതെ നമ്മൾ എത്ര ഫ്രീക്വൻസി ഉള്ള ഓസിലേറ്ററാണ് യൂസ് ചെയ്യേണ്ടി വരാമെന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം? ഓക്കെ, അത് നമുക്ക് ഈ റെസൊണൻസ് കണ്ടീഷൻ യൂസ് ചെയ്യാം. ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസി എന്തിന് തുല്യമായിരിക്കണം? ഈ സൈക്ലോട്രോണിൽ ചാർജ് റിവോൾവ് ചെയ്യുന്ന ഫ്രീക്വൻസിക്ക് തുല്യമായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പാരാമീറ്റർ അറിഞ്ഞില്ലെങ്കിലും അതെന്തിന് തുല്യമാണ്? ചാർജിൻ്റെ ഫ്രീക്വൻസിക്ക് തുല്യമാണ്. അപ്പോൾ അതെടുത്ത് എഴുതിയാൽ മതി QB / 2πm. ഓക്കെ, അതാണ് സൈക്ലോട്രോൺ റെസൊണൻസ് കണ്ടീഷൻ അല്ലേ. റെസൊണൻസ് നമ്മൾ ഫസ്റ്റ് ഇയറിലും ഡിസ്കസ് ചെയ്തതാണ്. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും രണ്ട് ഫ്രീക്വൻസികൾ മാച്ച് ചെയ്യുമ്പോൾ ഉള്ള സംഭവമാണല്ലോ അല്ലേ. മെക്കാനിക്കൽ റെസൊണൻസ് നമ്മൾ പഠിച്ചിരുന്നു. ഫോഴ്സ്ഡ് ഓസിലേഷനിൽ അപ്ലൈഡ് ഫ്രീക്വൻസിയും സിസ്റ്റത്തിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും മാച്ച് ചെയ്യുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യുന്നു. അതേപോലെ ഒരു റെസൊണൻസ് കണ്ടീഷനാണ്. സൈക്ലോട്രോണിൻ്റെ വർക്കിങ്ങിൽ എന്താണ് റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് ചോദിച്ചാൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേറ്റർ ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ ഓഫ് ചാർജ്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ഫംഗ്ഷനിങ് നടക്കണമെങ്കിൽ, അഥവാ ഇത് കറക്റ്റ് ഗ്യാപ്പിൽ വരുമ്പോൾ ആക്സലറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെമി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്ക് പൊളാരിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യണം. അത് നടക്കണമെങ്കിൽ ഇതാണ് ഈ രണ്ടും ഫ്രീക്വൻസിയും തുല്യമായിട്ടും വരിക, ഇതിൻ്റെയും ചാർജിൻ്റെയും. ഓക്കെ, മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾക്ക്? അപ്പോൾ ഇവിടെ ഇനി പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും സൈക്ലോട്രോണിൽ വരാറുണ്ട്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റോൾ ഓഫ് HF ഓസിലേറ്റർ ഇൻ ഫംഗ്ഷനിങ് ഓഫ് സൈക്ലോട്രോൺ. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ റോൾ ഓഫ് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ സൈക്ലോട്രോൺ. അതുപോലെ തന്നെ എവിടെ വെച്ചിട്ടാണ് ചാർജ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ റോൾ ഓഫ് HF ഓസിലേറ്റർ ഇൻ ദി സർക്യൂട്ട്, അല്ലെങ്കിൽ സൈക്ലോട്രോണിൻ്റെ ഫംഗ്ഷനിൽ HF ഓസിലേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? In order to produce alternating electric field in the gap between the two Ds. ഈ രണ്ട് Ds D1 D2 എന്ന് പറയുന്ന ഈ രണ്ട് Dsനിടക്ക് ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് HF ഓസിലേറ്റർ കൊടുക്കുന്നത്. പിന്നെ ഈ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്? ഈ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, സർക്കുലർ മോഷൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇവിടെ ഇതിൻ്റെ ബേസിക്കലി കാര്യം വരുന്നത് എന്താണ്? എങ്ങനെയാണ് ചാർജ് ആക്സലേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം, ഇലക്ട്രിക് ഫീൽഡ് വേണം ചാർജിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിലോട്ട് വീണ്ടും ചാർജിനെ എത്തിക്കുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും എത്തിക്കാനാണ് ഈ സർക്കുലർ മോഷൻ കൊടുക്കുന്നത്. ആദ്യം എന്ത് ചെയ്തു? ആദ്യം ഇലക്ട്രിക് ഫീൽഡിലൂടെ ഒന്ന് കടന്നു പോയി, അപ്പോൾ കുറഞ്ഞ് സ്പീഡ്. അപ്പോൾ ആക്ച്വലി ഇതിലെ പാത്ത് സ്പീഡ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു? ഗ്യാപ്പിൽ വെച്ചിട്ട് മാത്രമാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് പോയി ഒരു കോൺസ്റ്റന്റ് സ്പീഡ്, പിന്നെ സ്പീഡ് ഇൻക്രീസ് ചെയ്തു, ഹയർ സർക്കിൾ, വീണ്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്തു, വീണ്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്തു, ഇങ്ങനെ വരാം. അതായത് ഡീസിനുള്ളിൽ ഇങ്ങനെ യൂണിഫോം സ്പീഡിൽ വന്നിട്ട് ഗ്യാപ്പിലെത്തുമ്പോഴാണ് ആക്സിലറേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇലക്ട്രിക് HF ഓസിലേറ്ററിൻ്റെ റോൾ എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓർഡർ ടു ജനറേറ്റ് ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ ഡീസ്. ഈ ഗ്യാപ്പിൽ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുക. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റോൾ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസേഴ്സ് സർക്കുലർ മോഷൻ ഫോർ ദി ചാർജസ്. ഓക്കെ, പിന്നെ എവിടെ വെച്ചിട്ടാണ് ചാർജിനെ ആക്സലറേറ്റ് ചെയ്യിക്കുന്നത്? ആക്സലറേറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് എന്താണ്? സ്പീഡ് ഇൻക്രീസ്. അവിടെ സർക്കുലർ മോഷൻ വരുമ്പോഴും സെൻട്രിപെറ്റൽ ആക്സലേഷൻ ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഡീവിയേഷനുള്ള സ്പീഡ് ഇൻക്രീസ് ഇല്ല. അപ്പോൾ സ്പീഡ് ഇൻക്രീസ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് വെച്ചാൽ സൈക്ലോട്രോണിൻ്റെ വർക്കിങ്ങിൽ സ്പീഡ് എവിടെ വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു ഡീസ്. ഈ രണ്ട് ഡീസിനിടക്കുള്ള ഗ്യാപ്പിൽ വെച്ചിട്ടാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിനുള്ളിൽ യൂണിഫോം സ്പീഡിലാണ് ചാർജ് ട്രാവൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നൗ അപ്പോൾ എന്തിനാണിപ്പോൾ ഇത് പിന്നെ നമ്മൾ സൈക്ലോട്രോൺ യൂസ് ചെയ്തത്? ചാർജിനെ ആക്സലറേറ്റ് ചെയ്യിക്കാൻ. ഓക്കെ, അപ്പോൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ. അപ്പോൾ ആ സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ കൈനറ്റിക് എനർജി എനോർമസ് എമൗണ്ടായിട്ട് വരും, അങ്ങനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നിൽക്കുന്നത് വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് എ ചാർജ് ഫ്രം സൈക്ലോട്രോൺ നോക്കാം. എക്സ്പ്രഷൻ ഫോർ മാക്സിമം കൈനറ്റിക് എനർജി ഫ്രം സൈക്ലോട്രോൺ നോക്കാം. മാക്സിമം കൈനറ്റിക് എനർജി കിട്ടുകയാണെങ്കിൽ മാക്സിമം സ്പീഡ് എത്രയാണ് നോക്കാം നമുക്ക്. ഞാൻ പറഞ്ഞു ഇതിൽ ഓരോ സ്പൈറൽ പാത്തിൽ റേഡിയസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി പ്രൊപ്പോർഷനായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഏത് പാത്തിലായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് വരിക? അഥവാ ഏറ്റവും റേഡിയസ് കൂടുതലുള്ള സ്പൈറൽ പാത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫൈനൽ റേഡിയസ്, ഓക്കെ, ഈ റേഡിയസിനെ നമുക്ക് R എന്ന് പറയാം, ഫൈനൽ റേഡിയസ്. ആ ഫൈനൽ റേഡിയസിനെ ഇങ്ങനെ പറയാറുണ്ട്, ഈ അപ്രോക്സിമേറ്റ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ D. ഓക്കെ, അപ്പോൾ R, ലെറ്റ്സ് കൺസിഡർ R ഈസ് ദ റേഡിയസ് ഓഫ് D. ഡീൻ്റെ റേഡിയസ് ആണ് R. ഓക്കെ, അതാണ് ഫൈനൽ സ്പൈറൽ പാത്ത്. അതിലൂടെയാണ് മാക്സിമം സ്പീഡ് വരിക. ഇവിടെ നിന്ന് ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ലാസ്റ്റ് റേഡിയസിൽ മാക്സിമം സ്പീഡ്. ഓക്കെ, ആ റേഡിയസ് R എങ്കിൽ നമുക്കറിയാവുന്ന ഫോർമുലയിൽ നോക്കാം. എന്തായിരുന്നു? mv² / R
ഇസ് ഈക്വൽ ടു ക്യൂ വി ബി അല്ലേ? എന്താണ് ചാർജർ പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡ് 90 ഡിഗ്രി എൻ്റർ ചെയ്യുമ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈക്വൽ ടു മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമ്മൾ പഠിച്ച ഫോർമുലയാണ്. അപ്പോൾ ആ റേഡിയസ് ക്യാപിറ്റൽ ആർ ആകുമ്പോൾ സ്പീഡ് എന്തായി? മാക്സിമമായി. അപ്പോൾ വി മാക്സിമമായി അല്ലേ? വി മാക്സിമം സ്ക്വയർ ഈക്വൽ ടു ക്യൂ വി ബി. ദെർഫോർ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വെലോസിറ്റി, ഒരു സ്പീഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു ക്യൂ ബി ആർ എന്ന് വരും. ക്യൂ ബി ആർ ഈക്വൽ ടു എം വി മാക്സിമം. ദെർഫോർ വി മാക്സിമം ഇസ് ഈക്വൽ ടു ക്യൂ ബി ആർ ബൈ എം. ഇതാണ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം സ്പീഡ് അല്ലേ? മാക്സിമം സ്പീഡ്. മാക്സിമം സ്പീഡ് കിട്ടിയാൽ ഞാൻ ഇവിടെ എഴുതാം. മാക്സിമം കൈനറ്റിക് എനർജി ഈസ് ഗിവൺ ബൈ കെ ഇ മാക്സിമം ഇസ് ഈക്വൽ ടു ഹാഫ് എം വി മാക്സ് സ്ക്വയർ അല്ലേ? ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു. ഓക്കെ, therefore is equal to half m into v maximum value substitute ചെയ്യുക q b r by m the whole square equal to m സ്ക്വയറും m ൽ ഒരു m കട്ട് ചെയ്താൽ q സ്ക്വയർ b സ്ക്വയർ r സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ 2 ഉണ്ട് ഇവിടെ m സ്ക്വയർ ബൈ m ഒരു m ഉണ്ട്. Okay, therefore that's equal to kinetic energy maximum kinetic energy of a charge is given by q square b square r square by m. ഇവിടെ എന്താണ് q? magnitude of charge. b is the applied magnetic field value. r is the radius of d. d യുടെ റേഡിയസ്, ഈ d1 d2 എന്ന് പറയുന്ന ഈ സെമി സർക്കുലർ ആയിട്ടുള്ള ഈ d യുടെ റേഡിയസ് ആണ് r. m is the mass of charge. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങളോട് ഓർക്കുക, കൈനറ്റിക് എനർജി മാക്സിമം ഈസ് പ്രൊപ്പോർഷണൽ ടു 1/m ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ഓഫ് ദ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഇലക്ട്രോൺ പോലുള്ള ചാർജ് ആണെങ്കിൽ എനോർമസ് എമൗണ്ട് ആയിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യും അല്ലേ? കാരണം ഇലക്ട്രോണിൻ്റെ മാസ് ലോ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഇൻക്രീസ് ചെയ്യും, റിലേറ്റിവിസ്റ്റിക് എഫക്റ്റ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആക്സിലേറ്റ് ചെയ്യാൻ സൈക്ലോട്രോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ റീസൺ ഞാൻ അതിൻ്റെ ലിമിറ്റേഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓർക്കുക, എക്സ്പ്രഷൻ ഫോർ മാക്സിമം കൈനറ്റിക് എനർജി ഫ്രം സൈക്ലോട്രോൺ. ഇനി നമുക്കിതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാണ്ട്. ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ ബൈ എന്താ പറയുക, സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. പിന്നെ സൈക്ലോട്രോണിൻ്റെ ലിമിറ്റേഷൻ, സൈക്ലോട്രോണിൻ്റെ യൂസ് എന്താണ്? ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനൊക്കെ നമ്മൾ എന്താണ് റേഡിയോ ആക്റ്റീവായിട്ടുള്ള എലമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ചാർജ്ഡ് പാർട്ടിക്കിൾസിന് എനർജി ഇൻക്രീസ് ചെയ്തിട്ട് വേണം ഹിറ്റ് ചെയ്യിക്കാൻ. അപ്പോൾ ആ കേസിൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ത്യയിൽ തന്നെ പല റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമ്മളിങ്ങനെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ആക്സലേറ്റേറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. TIFR ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച്, അതുപോലെ ബാർക്ക് ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഇങ്ങനെയുള്ള റിസർച്ച് ആറ്റമിക് റിസർച്ച് നടക്കുന്ന പല യൂണിവേഴ്സിറ്റികളിലും ഇങ്ങനെ പല ടൈപ്പ് ആക്സലറേറ്റേഴ്സ് ഉണ്ട്. അതിൽ വിടുന്ന ഒരു ആക്സലേറ്ററാണ് സൈക്ലോട്രോൺ. പിന്നെ ലീനിയർ ആക്സലറേറ്റർ, സിങ്ക്രോട്രോൺ എന്നൊക്കെ പറയുന്ന പല ആക്സലേറ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ആക്സലേറ്ററാണ് സൈക്ലോട്രോൺ. ഓക്കെ, അപ്പോൾ നൗ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് വാട്ട് ആർ ദ ഡീമെറിറ്റ് ഓർ ലിമിറ്റേഷൻസ് ഓഫ് എ സൈക്ലോട്രോൺ നോക്കാം. മെയിനായിട്ട് ഒരു 3 ഡീമെറിറ്റ്സുകളാണ് ഉള്ളത്. നിങ്ങൾ നോട്ടിലോട്ട് അത് ലിസ്റ്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ വരാറുണ്ട്, എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സൈക്ലോട്രോൺ, എന്നിട്ട് അതിൻ്റെ സബ് ക്വസ്റ്റ്യനായിട്ട് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺസ്. നോക്കൂ, ഫസ്റ്റ് ലിമിറ്റേഷനാണ് ചാർജസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് ബിയോണ്ട് സർട്ടൻ ലിമിറ്റ്. ഒരു പെർട്ടിക്കുലർ സ്പീഡ്, ഞാൻ പറഞ്ഞു സ്പീഡ് എനോമസ് എമൗണ്ട് ആയിട്ട് ഇൻക്രീസ് ചെയ്യാനാണ് ഈ പാർട്ടിക്കിൾ ആക്സിലേറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്പീഡിനേക്കാൾ കൂടുതലൊന്നും നമുക്ക് ചാർജ് പിന്നെ ആക്സിലേറ്റ് ചെയ്യാൻ നമുക്ക് ഈ സൈക്ലോട്രോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. റീസൺ ഞാൻ പറയാം. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് electrons cannot be accelerated using cyclotron because of low mass low ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചാർജിൻ്റെ സ്പീഡ് എനോർമസ് എമൗണ്ട് വരും. ഇലക്ട്രോണിൻ്റെ കേസിൽ മാസ് കുറവായതുകൊണ്ട്. അവിടെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ടത്, electrons cannot be accelerated using cyclotron. Third one, of course, chargeless particle like neutron cannot be accelerated using cyclotron. ഇതിൽ പിന്നെ തേർഡ് വണ്ണിൽ അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ ചാർജിനെ ആക്സലറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോൺസിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അപ്ലൈ ചെയ്താൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളിൽ ഒരു ഡിഫ്ലക്ഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ന്യൂട്രോൺ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ചാർജ്ലെസ് പാർട്ടിക്കിൾ ലൈക്ക് ന്യൂട്രോൺസ് കനോട്ട് ബി
accelerated using cyclotron. These are the three main limitations of a cyclotron. Okay, നോക്കൂ അതിലെ ഫസ്റ്റ് വണ് ചാർജസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് ബിയോണ്ട് എ സെർട്ടൺ ലിമിറ്റ്. നോക്കൂ നമ്മളിപ്പോൾ ഈ ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രോട്ടോൺ അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്നൊക്കെ പറയുന്നത് ഈ ലൈറ്റിൻ്റെ ആൾമോസ്റ്റ് സ്പീഡുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള സ്പീഡിലൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസാണ്. ഒരു കാറോ ലോറിയോ ഒന്നും അല്ലല്ലോ, വളരെ ലേറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഹൈ സ്പീഡ് എത്തിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മാസ് ഓഫ് ചാർജ് വേരീസ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊരു റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഡിസ്കസ് ചെയ്യുന്നത് ഐൻസ്റ്റീൻ ഇക്വേഷനാണ്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞത്, നോർമൽ ക്ലാസിക്കൽ കേസിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു വണ്ടി ഒരു 60 km/h ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ആ വണ്ടിൻ്റെ അല്ലെങ്കിൽ ആ കാറിൻ്റെ മാസിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ലൈറ്റിൻ്റെ സ്പീഡുമായിട്ട് കമ്പയറബിൾ സ്പീഡ്, ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁸ m/s ഇത്രയൊക്കെ, അല്ലെങ്കിൽ ഒരു ഏകദേശത്തിനടുത്തൊക്കെ 2.5 × 10⁸ m/s അത്ര ഹൈ സ്പീഡിലൊരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാസിൽ വേരിയേഷൻ വരും. അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ ഏതാണ്, ആർക്കാ പറയാൻ പറ്റുക? മാസ് വേരിയേഷൻ്റെ ഫോർമുല m is equal to m0 divided by √1 - v²/c². ഓർമ്മ ഇക്വേഷന് നമ്മൾ ഡയമെൻഷനലി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഇയർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഇക്വേഷനാണ്? m0 എന്ന് പറയുന്ന റെസ്റ്റ് മാസ്, സ്പീഡ് അത് മൂവ് ചെയ്യാതെ നിൽക്കുമ്പോഴുള്ള സമയത്തുള്ള മാസാണ് m0. ഓക്കെ, m എന്താണ് അപ്പോൾ? v എന്ന് പറയുന്ന സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള മാസ്. ഓക്കെ, അപ്പോൾ അത് നോർമൽ ക്ലാസിക്കൽ കേസിൽ സ്പീഡ് ലോ ആണെങ്കിൽ ഇത് രണ്ടും തുല്യമാണ്, m = m0 ആണ്. പക്ഷേ സിക്ക് കമ്പയറബിൾ സ്പീഡിലാണ് v എങ്കിൽ മാസ് ഇൻക്രീസസ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ m = m0/√1 - v²/c². ഓക്കെ, അപ്പോൾ അങ്ങനെ റിലേറ്റിവിസ്റ്റിക് വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. എന്താ കാരണം? നമുക്കറിയാം സൈക്ലോട്രോണിൻ്റെ റെസണൻസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ റെസണൻസ് കണ്ടീഷൻ ഇതാണ്, ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ = qb/2πm. ഈ ഫ്രീക്വൻസി സ്പീഡിനെയോ അല്ലെങ്കിൽ റേഡിയേഷനോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ നോക്കൂ, ഇതിൽ മാസ് ഡിപ്പെൻഡൻസ് ഉണ്ട്. അങ്ങനെ മാസ് ഡിപ്പെൻഡൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹൈ സ്പീഡിൽ എനോർമസ് എമൗണ്ട് ആയിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഈ സർക്കുലേഷൻ ഫ്രീക്വൻസി HF ഓസിലേറ്ററിൻ്റെ ഫ്രീക്വൻസിയുമായിട്ട് മാച്ച് ചെയ്യില്ല. കാരണം മാസ് വേരി ചെയ്യുമ്പോൾ ന്യൂ മാറും. അപ്പോൾ കറക്റ്റ് സെമി സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഡീസിൻ്റെ പൊളാരിറ്റി ഇൻ്റർചേഞ്ചസ് എന്ന് പറയുന്ന സംഭവം നടക്കില്ല, അഥവാ റെസണൻസ് കണ്ടീഷൻ ഫെയിൽ ആവും. ദെർഫോർ ഫർദർ ആക്സലേഷൻ ഈസ് നോട്ട് പോസിബിൾ. മാസ് കോൺസ്റ്റൻ്റ് ആയി നിന്നാലേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ഐഡിയ മനസ്സിലായല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് ബിയോണ്ട് സർട്ടൺ ലിമിറ്റ്. ഇതെന്തുകൊണ്ടാണെന്നൊന്നും അധികം ചോദ്യം വരാറില്ല, ഞാൻ അതിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ലിമിറ്റേഷൻസ് പഠിച്ചാൽ മതി. ചാർജസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് ബിയോണ്ട് എ സർട്ടൺ ലിമിറ്റ്. പിന്നെ ഇലക്ട്രോൺസ് കനോട്ട് ബി ആക്സിലറേറ്റഡ് യൂസിങ് സൈക്ലോട്രോൺ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇലക്ട്രോണിൻ്റെ കേസിൽ ബിക്കോസ് ഓഫ് ലോ മാസ് ലോ ആണ്. മാസ് ലോ നോക്കൂ, കൈനറ്റിക് എനർജി സൈക്ലോട്രോൺ എന്നുള്ള മാക്സിമം കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനിൽ ഇൻവേഴ്സിൽ ഡിപ്പെൻഡ്സ് ഓൺ മാസ് ആണ്. അപ്പോൾ മാസ് കുറഞ്ഞ ചാർജ് പാർട്ടിക്കിൾ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കൈനറ്റിക് എനർജി ഹൈ ആയിട്ട് വരും. വളരെ പെട്ടെന്ന് കൈനറ്റിക് എനർജി ഹൈ ആയിട്ട് വരുമ്പോൾ ഈ മാസ് വേരിയേഷൻ പ്രശ്നം വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റായിട്ടുള്ള പാർട്ടിക്കിൾസിനെ ആക്സിലറേറ്റ് ചെയ്യാൻ നമുക്ക് സൈക്ലോട്രോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് സൈക്ലോട്രോൺ ഈസ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ യൂസ്ഡ് ഫോർ ആക്സിലറേറ്റിംഗ് ഹെവി ചാർജ്ഡ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു. ഹെവി ചാർജ്ഡ് പാർട്ടിക്കിൾ ലൈക്ക് പ്രോട്ടോൺ അല്ലേ, പ്രോട്ടോൺ, ഹൈഡ്രജൻ്റെ ഒരു ഐസോട്ടോപ്പാണ് ഡ്യൂട്രോൺ, അതുപോലെ ആൽഫ പാർട്ടിക്കിൾ, ഇതേപോലെയുള്ള ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് പ്രോട്ടോൺ, ഡ്യൂട്രോൺ, ആൽഫ പാർട്ടിക്കിൾ പോലെയുള്ള ഇലക്ട്രോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ ആക്സലറേറ്റ് ചെയ്യാനാണ് നമ്മൾ സൈക്ലോട്രോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് സൈക്ലോട്രോൺ. അപ്പോൾ ഞാൻ വാട്ട് ഈസ് സൈക്ലോട്രോൺ പറഞ്ഞു, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് പറഞ്ഞു, വർക്കിംഗ് പറഞ്ഞു, അതുപോലെ തന്നെ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് എ സൈക്ലോട്രോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സൈക്ലോട്രോൺ. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ക്ലാസ് കാണുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് ഡൗട്ടുകൾ തീർത്തിട്ട് പോകണം. ഓക്കെ, താങ്ക് യു.